ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ കാണിക്കുന്നത് മനോഹറും മറിയയും കൂടി പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയാണ്. മറിയ അവിടെ ഇരിപ്പുണ്ട് എന്ന് പോലും നോക്കാതെ മനോഹറാണെങ്കിൽ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മറിയോട് ചെയ്യുന്നത്, മറിയെ നീയൊന്നും കഴിക്കുന്നില്ലേ? ഇല്ല, നീ കഴിക്കുന്ന കണ്ട് ഞാനിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അല്ല, ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തെന്ന് തോന്നി. അതെന്താ മനോഹർ അങ്ങനെ പറഞ്ഞേ? അല്ല, കുറച്ച് ദിവസമായി നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അത് കാരണം ഞാൻ കെട്ടിയതേ വെറ്റുവാഴിയെങ്കിൽ തീർന്നു. നീ ഇരിപ്പുണ്ടായെന്ന് പോലും ഞാൻ മൈൻഡ് ചെയ്തില്ല, അതുകൊണ്ട് പറയതാ. അതിപ്പോൾ ഈ ലോകത്ത് എല്ലാവരും തന്നെ അങ്ങനെ തന്നെയല്ലേ മനോഹർ? ഭക്ഷണം എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടാനുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും ആർത്തി പിടിക്കാതെ നിൽക്കുന്നു. എന്നാൽ ഇത് കിട്ടാനില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആർത്തിയാവൂലേ? മനുഷ്യരെ മണ്ണുവാരി തിന്നുന്ന വിശന്ന് കഴിഞ്ഞാൽ മനുഷ്യരെ തന്നെ തിന്നുന്നില്ലേ എന്ന് തന്നെ മനോഹർ ചോദിക്കുമ്പോൾ അതും ശരിയാടാ എന്ന് പറഞ്ഞ് മനസ്സിൽ പറയാണ്, നിന്നെപ്പോലെ മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്നവരത്തൻ വേറെ കാണില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് മറിയ പറയാണ്, നിന്റെ വിശപ്പ് അറിയോ? ഇല്ല, ഞാനും കഴിച്ചോണ്ടിരിക്കുക. മറിയെ നീ കഴിക്കേ. എന്നടാ, എനിക്ക് വയറിന് പ്രശ്നമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോഴാ വയറിൻ്റെ പ്രശ്നം മൊത്തത്തിൽ അങ്ങ് മാറിയിട്ടില്ല, അതുകൊണ്ട് കഴിക്കാനങ്ങോട്ട് അത്രയങ്ങ് സെറ്റ് ആയിട്ടില്ല എന്ന് പറയുകയും ചെയ്യാണ്. എന്നാൽ പിന്നെ നീ പറ്റുന്നത് കഴിക്കുക. നീ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്കതൊരു വിഷമവും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴത്തേക്കും ദേണ്ട വരുന്നു അവിടെ നിന്നും ഷഹാനെ കണ്ടപടി തന്നെ മനോഹറിൻ്റെ കിളി പോയി. ഇവളെന്തിനാ ഇങ്ങോട്ട് വരുന്നത് എന്ന് ആലോചിക്കുകയാണ്. സ്വസ്ഥമായിട്ട് കഴിക്കാൻ പോലും സമ്മതിക്കുകയാണ്. മനോഹർ കൈയും മറിച്ച് പിടിച്ച് കള്ളത്തരത്തിലിരുന്ന് കഴിക്കുന്നത് കാണുമ്പോഴേക്കും അവിടെ മറിയെ തിരികെ നോക്കുകയാണ്. മറിയ നോക്കുമ്പോഴേക്കും ദേണ്ട വരുന്നു ഷഹാന. മറിയയുടെ തലയായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയം ഷഹാന പറയുകയാണ്, മറിയ തന്നെയാണ് എനിക്ക് ഇവിടെ ഇരിപ്പുണ്ട് എന്നുള്ള അറിവ് തന്നത്. എന്തായാലും ഇവരെ പോയി ഒന്ന് പൊളിച്ചെടുക്കാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നേരെ അങ്ങ് വരികയാണ്. നീയോ എന്ന് ചോദിക്കണോ? എന്താടാ, നിനക്ക് എന്നെ കണ്ടിട്ട് എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് ഓടണമെന്നുണ്ടോ? ഇല്ല, ഞാൻ എന്തിനാ ഓടുന്നത്? ഇതാരാന്ന് മനസ്സിലായി? ഇത് ഇന്ദുവോ? ആരാടാ നിന്റെ ഇന്ദു? നീ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുന്നവരെ ഇനിയും മറ്റുള്ളവരെ ഞാൻ പറ്റിച്ചീവിക്കാമെന്നാണ് വിചാരിക്കുന്നേ? എത്ര പെണ്ണുങ്ങളുടെ ജീവിതം കളകടാതെ. ഇനി അതുപോലെ ഈ പെണ്ണിനെയും ജീവിതം കളയാനായിട്ടാണോ നീ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കണം. അപ്പോഴത്തേക്കും അവിടെ ഒന്ന് മറിയ പറയണം, നിങ്ങൾ എന്തിനാ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്? അനാവശ്യമല്ല പറയുന്നത്. ഇവൻ പലരുടെയും ജീവിതം നശിപ്പിച്ചു. ഇവനിപ്പോൾ അവസാനം നശിപ്പിച്ച പെണ്ണ് ഭ്രാന്ത് പിടിച്ച് ആശുപത്രി കിടക്കുകയാണ്. അതൊന്നും നിങ്ങൾ എന്തിനാ എന്നോട് പറയാൻ പോലെ? നീ ഇതൊക്കെ അറിഞ്ഞിരുന്നു. എനിക്ക് കുഴപ്പമില്ല. മനോഹറിനെ എനിക്കറിയാം. നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. മനോഹർ ആരാണ് എന്താണെന്നുള്ളതും എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ കേട്ടിട്ട് വേണ്ട എനിക്ക് മനോഹറിനെ വിശ്വസിക്കാൻ എന്ന് പറയണം. ആണോ? എന്നാ നീ അനുഭവിച്ചോ? അനുഭവിക്കാൻ ഇരിക്കുന്നതെല്ലാം നീ ഇനി അനുഭവിച്ചു തന്നെ തീർക്കണം എന്ന് പറയാം. ആയിക്കോട്ടെ, ഞാൻ അനുഭവിച്ചോളാം. നിങ്ങൾ കൂടുതൽ എന്നെ അനുഭവിപ്പിക്കാൻ വേണ്ടി നിർത്തണ്ട എന്ന് പറയുന്നു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നീ കൂടുതൽ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും മനോഹർ പറയണം, അവൾക്ക് വട്ടാണ് എന്ന് പറയണം. അതേടാ, പറയുന്നവർക്കെല്ലാം വട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. എൻ്റെ അമ്മാവൻ്റെ മോള എന്ന് പറയുന്നു. ഏതമ്മാവൻ്റെ മോള്? എൻ്റെ മോള്. നീ കൂടുതലൊന്നും പറയാനായിട്ട് നിൽക്കല്ലേ എന്ന് തന്നെ പറഞ്ഞ് ഷഹാന അങ്ങോട്ട് പോവുകയാണ്. ആ സമയം മറിയയ്ക്ക് നന്നായിട്ട് തന്നെ കാര്യം മനസ്സിലായി. മറിയോട് മനോഹർ പറയാണ്, അതെ കഴിക്കുന്നില്ല നീ? ഇല്ല, ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയാണ്. അപ്പോഴത്തേക്കും മറിയം പറയുന്നു, എന്നാൽ പിന്നെ ഞാനും കഴിക്കുന്നില്ല പറഞ്ഞ് എഴുന്നേറ്റിട്ട് മനോഹർ അങ്ങ് പോകുമ്പം ഷഹാനയുടെ നേരെ തിരിഞ്ഞു നോക്കിയിട്ട് അവിടെ മറിയ ഒരു ചിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഷഹാനയും ഇങ്ങോട്ട് നോക്കി ചിരിക്കുന്നു. അതിനുശേഷം മറിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കല്യാണിയെ മീറ്റ് ചെയ്യാണ്. കല്യാണി ചോദിക്കുന്നു, എന്തായി കാര്യങ്ങളൊക്കെ? അവനെ പോയി കണ്ടു ചേച്ചി. അവിടെ എല്ലാം മുന്നിലിട്ട് അവനോട് പറയേണ്ട കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ അവൻ അറിയില്ലോ മറിയ തന്നെയാണ് എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും. എന്തായാലും അവൻ്റെ അവസാന കഥകളായിരിക്കുമല്ലേ ചേച്ചി എന്ന് പറയുന്നു. അതെ, അവൻ്റെ അവസാന കഥകൾ തന്നെയാണ് മോളേത്. ഇതോടുകൂടി അവനെ പൂട്ടുമെന്ന് പറയുന്നു. ഇത് തന്നെയായിരുന്നു നമ്മൾ സറിയുവിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോഴും. പക്ഷെ സറിയു ഇപ്പം അവസാനം ഭ്രാന്തായി ആശുപത്രിയിലായല്ലേ ചേച്ചി എന്ന് ചോദിക്കുന്നു. അതെ, അത് തന്നെയാണ് കഷ്ടം. അവൾ അത്രയേറെ അവനെ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തിൻ്റെ അവസാനം വലിയൊരു വഞ്ചനയാണെന്ന് മനസ്സിലായപ്പോൾ അവളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയി മോളെ എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയത്ത് ആശുപത്രിയിൽ ഷാരിയാണെങ്കിൽ സറിയുവിനെ കാണാതെ വളരെയേറെ വിഷമിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നു, അധികം എങ്ങും പോയി കാണത്തില്ലെന്നേ. പുറത്തേക്ക് പോകാനാണെങ്കിലും വണ്ടി കയറി പോകണേ പണം വേണ്ടേ എന്ന് ചോദിക്കുന്നു. അത് ബാഗിൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് പണം വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ബാഗിൻ്റെ സിബൊക്കെ തുറന്നു കിടക്കുക. അതിൽ നിന്ന് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ മോള് പോയിട്ടുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങളോട് പറഞ്ഞല്ലേ മോളെ സൂക്ഷിക്കണമെന്ന്. എന്നിട്ട് ആ പണവും വെച്ച് എല്ലാം വെച്ചിട്ട് മോളിൽ അടിച്ചു വെച്ചിട്ട് ശകലം കുറവായെന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ള പേഷ്യൻ്റെ പേരൻസുമായിട്ട് സംസാരിക്കാൻ കറങ്ങി നടക്കുന്നു. ഇപ്പം മോള് പോയില്ലേ, ഇനി എവിടെ പോയി തപ്പിയെടുക്കണേ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ദേഷ്യപ്പെടുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ഒരു കുരിശുപള്ളിയുടെ മുന്നിൽ ചെന്ന് അവിടെ മറിയയും മനോഹരം കൂടി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയെന്ന് ചെയ്യാണ്. അപ്പോഴത്തേക്കുമാണ് അങ്ങോട്ട് സരയു വരുന്നത്. സരയു ഓടി വരുന്നത് കണ്ട് മനോഹറിൻ്റെ കിളി പാറുകയാണ് അവിടെ ഉണ്ടായത്.
എടാ എന്നൊരു ആലോചനയോടുകൂടി തന്നെയാണ് സരയു വരുന്നത്. ഇത് കണ്ട് ഒരു പേടിയോടുകൂടി തന്നെയാണ് അവിടെ മറിയ നിൽക്കുന്നത്. കാരണം മറിയയ്ക്കറിയാം സരയുവിൻ്റെ സമനില മൊത്തത്തിൽ തെറ്റിയിരിക്കുകയാണ് എന്നുള്ള കാര്യം. വന്ന ഉടൻ തന്നെ മനോഹരനോട് പറയാണ്, എടാ നീ എല്ലാ പെൺകുട്ടികളുടെയും ജീവിതം നശിപ്പിച്ചിട്ട് നീ എന്ത് നേടിയടാ, നീ എന്താടാ ഇതിനെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായ ദേഷ്യവും കാര്യങ്ങളും എല്ലാം പെട്ടുകൊണ്ട് തന്നെ അവിടെ സരയു വന്ന ഉടൻ തന്നെ മനോഹരനെ കോളവ് ചേർത്ത് വണ്ടി ചേർത്ത് തള്ളി അങ്ങ് പിടിക്കുകയാണ്. അവിടെ നിന്ന് മനോഹരാണെങ്കിൽ കഴുത്തിനും പിടിച്ചിരിക്കുന്ന കണ്ടുകൊണ്ട് തന്നെ ഒരു ശ്വാസം ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ കിടന്ന് പിടയുന്നു. അപ്പോൾ മറിയ വന്ന് വിട് എന്ന് പറയാണ്. മറിയനെ അവിടെ നിന്നും സരയു വലിച്ചൊരൊറ്റ ഏറ് കൊടുക്കുന്നു. മറിയ ദേണ്ട കിടക്കുന്നു റോട്ടിലേക്ക് മനനടിച്ച്. വീണ്ടും അവിടെ നിന്ന് മനോഹരന്റെ തോളത്ത് പിടിക്കും. മനോഹർ സരയുവിനെ കറക്കിയെടുത്ത് ഏറിയ തന്നെ ചെയ്യാണ്. സരയു അവിടെ നിന്നും ആലച്ചു തള്ളി ദേണ്ട റോട്ടിൽ പോയി വീഴുന്നു. പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മറിയോട് പറയാണ്, മറിയെ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറി. അവൾ ഭ്രാന്ത് പിടിച്ച് എഴുന്നേൽക്കുന്നതിനപ്പുറം നമുക്ക് പോകണം എന്ന് തന്നെ പറഞ്ഞ് വണ്ടിയിൽ കയറിയാണ്. അപ്പോഴത്തേക്കും സരയു അവിടുന്ന് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് വണ്ടിയുടെ തൊട്ട് പിന്നാലെ ഓടിയെത്താനായിട്ട് നോക്കുകയും ചെയ്യാണ്. മറിയേയും സരയും മനോഹരം കൂടി ഒരു വലിയ മൽപ്പിടുത്തം തന്നെ അവിടെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വീഴ്ചയിൽ തന്നെയാണ് മറിയയ്ക്കും ശരിക്കും ആ ഒരു നല്ല രീതിയിൽ അടിയിട്ടത്, സരയുവിനും നല്ല അടിയിട്ടത്. മനോഹരാണെങ്കിൽ പിടിച്ച് നിൽക്കുകയും ചെയ്തു. രണ്ട് പെണ്ണുങ്ങളും വീണു പോവുകയും ചെയ്തു. എന്നാൽ ഇത് കഴിഞ്ഞ് മനോഹർ വണ്ടിയെ പിടിച്ചുകൊണ്ട് ഉള്ള സമയം നോക്കി മറിയനെ വലിച്ചു കയറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. സരയു ആണെങ്കിൽ ആ വണ്ടിയുടെ തൊട്ടു പിന്നാലെ കുറേ ഓടി. പക്ഷേ ഓടിക്കഴിഞ്ഞിട്ടും അവിടെ അവർ വണ്ടി നിർത്തിയില്ല. അവിടെ നിന്ന് സകല ദേഷ്യവും എടുത്തുകൊണ്ട് അവൾ വേറെ എങ്ങോട്ടോ പോകാനായിട്ട് ഒരുങ്ങുക തന്നെ ചെയ്യാണ്. പക്ഷെ അവളുടെ മനസ്സ് വല്ലാതെ മുറിവേറ്റ് കഴിഞ്ഞു. മനോഹർ എന്ന് പറയുന്നവനെ കൊല്ലാതെ മനസ്സ് ഒട്ടും ശാന്തമാവില്ല. അവന് കിട്ടേണ്ട ശിക്ഷ ഒന്നും കിട്ടിയിട്ടില്ല. അവൻ തൻ്റെ ജീവിതം വെറും പൂ പോലെ തന്നെ വലിച്ചെറിഞ്ഞ് കളഞ്ഞല്ലോ എന്ന് അവളോടെ ആലോചിക്കുകയാണ്. എന്നാൽ പോകുന്ന വഴിക്ക് മറിയ മറ്റൊരു കാര്യം ചിന്തിക്കുകയാണ്. ഇവൻ സരയുവിന് പറ്റിച്ച് ആ ഭ്രാന്ത് ഇവന് എടുക്കണം. അതുകൊണ്ട് തന്നെ ഇവൻ്റെ കയ്യിലെ മുഴുവൻ പണവും തീർത്തേ പറ്റത്തുള്ളൂ എന്ന് അവിടെ മറിയ പറയാണ്. ഏനാ മനോഹരെ, കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് അങ്ങ് അമേരിക്കയിൽ തന്നെ പിടിച്ച് പറയുന്നത്. എന്ത് സാധനങ്ങൾ? കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എൻ്റെ പൈസയെല്ലാം ഞാനിപ്പോൾ ഡോളറാക്കി വെച്ചു. ഇനിയിപ്പോൾ വേറെ പൈസയ്ക്ക് ഇപ്പം എന്താ ചെയ്യുക? നിൻ്റെ കയ്യിൽ പണം ഇരിപ്പുണ്ടോ? എൻ്റെ കയ്യിൽ കുറേ പണം ഇരിപ്പുണ്ട്. എന്നാൽ അത് വെച്ച് നമുക്ക് കുറേ ഗോൾഡ് മേടിക്കാം. നിനക്ക് കുഴപ്പമില്ലല്ലോ, ഇത് എടുത്ത് കഴിഞ്ഞ് ഞാൻ ഇരട്ടി നിൻ്റെ അക്കൗണ്ടിലേക്ക് എടുത്ത് തിരിച്ചിട്ട് തരാം. അയ്യോ അതൊക്കെ എന്തിനാ അങ്ങനെ പറയുന്നത്? അങ്ങനെയൊന്നും പറയേണ്ട കാര്യങ്ങളില്ലല്ലോ. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, ഞാൻ തരില്ലേന്ന്. ആണോടാ? എന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഗോൾഡ് മേടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു കടയിൽ അവിടെ നിൽക്കാം. ആയിക്കോട്ടെ എന്ന് പറയുന്നു. അല്ലാതെ ഈ അമേരിക്കയിൽ ചെന്ന് കഴിയുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മേടിച്ച് തന്നു കഴിഞ്ഞാൽ അവർക്കതൊരു വലിയ സന്തോഷമൊക്കെയാണ്. അപ്പം അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ വിളിച്ച് പറയുന്നത്. അപ്പം മേടിച്ചുകൊണ്ട് പോകാൻ നമുക്ക് എന്തായാലും ആയിക്കോട്ടെ മറിയ, നമുക്ക് എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ മനസ്സിലായിരിക്കുന്നു. സരയുൻ്റെ കുറേയേറെ പണം എൻ്റെ അക്കൗണ്ടിലുണ്ട്. ആ പണം ഇപ്പോൾ തീർന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, പിന്നീട് ജീവിക്കേണ്ട ഇവളുടെ ചിലവിൽ തന്നെയല്ലേ. അതുകൊണ്ട് ഇപ്പോൾ പണം ഇച്ചിരി ചിലവായെന്ന് ഓർത്ത് കഴിഞ്ഞാൽ പോലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഇവളുടെ കൂടെ അമേരിക്കയ്ക്ക് കിടക്കണം, അത് മാത്രമേ ഇപ്പം എൻ്റെ ഉദ്ദേശമുള്ളൂ എന്ന് തന്നെ അവൻ മനസ്സിലാലോചിക്കുകയാണ്. മറിയ പറയുന്നു, അപ്പോൾ പോകാല്ലേ എന്ന് പറയാണ്. അപ്പോൾ പറയുന്നു, ആയിക്കോട്ടെ അതിനെന്താ, നമുക്ക് ഗോൾഡ് എടുക്കാനായിട്ട് പോകാലോ എന്ന് പറയുന്നു. മറിയവിടെ ആ ഡ്രൈവറോട് പറയുന്നു, ചേട്ടാ ഏതെങ്കിലും നല്ലൊരു ജ്വല്ലറിയിലേക്ക് വണ്ടി കൊണ്ടുപോയി കയറ്റിക്കോ എന്ന് പറയുകയാണ്. അങ്ങനെ ഡ്രൈവർ അവിടെയുള്ള ഒരു നല്ല ജ്വല്ലറിയിലേക്ക് തന്നെ വണ്ടിയും ഓടിച്ചുകൊണ്ട് അങ്ങനെ ചെല്ലുന്നു. ആ പോകുന്ന വഴിക്കാണെങ്കിൽ മറിയാണെങ്കിൽ നല്ല വ്യക്തമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇവൻ്റെ കയ്യിലെ മുഴുവൻ പണവും എങ്ങനെയും ഊറ്റിയെടുക്കുക എന്നുള്ള തീരുമാനം. ഇവൻ മറ്റുള്ളവരെ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചോട് തന്നെ ഇവൻ നാളെ ഒരു ഗതിയുമില്ലാതെ നടുറോട്ടിലേക്ക് വന്നിറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കണം എന്ന് തന്നെ മറിയ ഉറച്ച തീരുമാനമാണ് അവിടെ എടുക്കുകയും ചെയ്തത്. എന്നാൽ ഇത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി ജ്വല്ലറിയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടംപോലെ ഗോൾഡും കാര്യങ്ങളും അങ്ങനെ എല്ലാം ഉള്ള ഒരു വലിയ ജ്വല്ലറിയിലേക്ക് തന്നെ ചെന്നത്. പക്ഷെ മറിയ അവിടെ സെലക്ട് ചെയ്തൊരു മാല, അതാണ് അവിടെ മനോഹറിന് വലിയൊരു തിരിച്ചടിയായിട്ട് മാറിയത്. ഒരു വലിയ നെക്ലേസാണ് അവിടെ എടുത്തത്. എടുത്തിട്ട് മനോഹറിൻ്റെ നേരെ കാണിച്ചു. മനോഹരൻ ഞെട്ടിപ്പോയി. ഇതൊന്നും നല്ല വെയിറ്റ് വരുമല്ലോ എന്ന് മനോഹർ മനസ്സിൽ ആലോചിക്കുകയാണ്. അപ്പം മറിയ പറയുന്നു, ഇതെങ്ങനെയുണ്ടാ, ഇത് നല്ല മാലയല്ലേ, എനിക്ക് ചേരില്ലേ എന്ന് പറയുന്നു. നല്ലതാ എന്ന് പറയാണ്. അല്ല നീ എന്താ ഒന്നും മിണ്ടാത്ത എന്ന് പറയുന്നു. അപ്പം മനോഹർ മനസ്സിലാക്കുക, ഇതെടുത്താൽ നല്ല വെയിറ്റ് വരും, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതെ, ഈ മാല തന്നെ വേണോ? ഈ ചെറുകളെ വേറെ മാല നോക്കിയാൽ പോരെ എന്ന് മറിയ പറയുന്നു. നീ ഈ മാല വേണ്ട എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് ഏതായാലും നടക്കത്തില്ല, ഈ മാല തന്നെ എടുക്കത്തുള്ളൂ എന്ന് തന്നെ മറിയ മനസ്സിൽ ഉറപ്പിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുമ്പോൾ പിന്നീട് കാണിക്കുന്നത് സരയുവിനെയാണ്. സരയുവാണെങ്കിൽ ഒരിടത്ത് മരിക്കാനായിട്ട് വലിയ തിരമാലകൾ നോക്കി ഒരു കുന്നിന് മുകളിൽ കയറി നിൽക്കുകയാണ്. കയറി നിൽക്കുമ്പോഴും തൻ്റെ കുഞ്ഞിൻ്റെ മുഖമാണ് അവിടെ സരയുവിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നത്. കുഞ്ഞിൻ്റെ മുഖം മാത്രമല്ല, വഴിയിൽ അവിടെ മനോഹറിനെ കണ്ട കാര്യവും മനോഹർ അവിടെ മറിയയുടെ കഴുത്തിൽ താലി കിട്ടിയ കാര്യവും അങ്ങനെ ഓരോ കാര്യങ്ങളും അവിടെ സരയുവിൻ്റെ മനസ്സിൽ നിന്നും
മാഞ്ഞു പോകുന്ന ആ ഒരു നിമിഷത്തിലേക്ക് മാറുകയാണ്. ആ സമയം മരിക്കണോ വേണ്ടയോ എന്താണ് എന്നുള്ളൊരു ചിന്ത അവിടെ സരയൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് കിടന്നു പോകുന്ന ആ ഒരു നിമിഷം സരയൻ്റെ ഉള്ളിൽ ആ പടം തൻ്റെ കുഞ്ഞിനെ പറ്റിയുള്ള ഓർമ്മകളിൽ വിങ്ങി പൊട്ടുക തന്നെ ചെയ്യാണ്. മരണം തൻ്റെ കൺമുമ്പിൽ തന്നെ നിൽക്കുന്നു. മരണമാണോ ഇനി തൻ്റെ വിധി എന്നുള്ള ആലോചനയോടുകൂടി സരയി നിൽക്കുന്നിടത്ത് ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റാ. പിന്നെ നമ്മൾ തിങ്കളാഴ്ച തൊട്ടിനി നമ്മൾ മെയിനായിട്ടുള്ള സീരിയലുകൾ പലതും ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണാനായിട്ട് മറക്കണ്ട. താങ്ക്സ് അഗൈൻ. ദിസ് ഈസ് സാം. ബൈ.